സിയന്നായിലെ വിശുദ്ധ കത്രീന നമുക്ക് നോക്കിയാലോ. കുഞ്ഞു മനസ്സുകളെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുമ്പോഴും അതിൽ നിന്നു മാറി ദൈവിക കാര്യങ്ങളിൽ വ്യാപരിച്ച് ജീവിക്കുന്ന വിരളമായ ചില കുഞ്ഞുങ്ങളെ നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരു അധ്യയന വർഷം കൂടി അസ്തമിക്കുമ്പോൾ പരീക്ഷ എന്ന പാലവും കടന്ന് ഇനി എങ്ങോട്ട് എന്ന് ചിന്തിക്കുന്ന യുവസമൂഹത്തിന് ചൂണ്ടുപലകയായി നിലകൊള്ളുന്ന ഒരു വിശുദ്ധയാണ് സിയന്നായിലെ വിശുദ്ധ കത്രീന. കുടുംബ പശ്ചാത്തലവും ബാല്യകാലവും ഒക്കെ നമുക്ക് നോക്കിയാലോ. ചെറു കുടുംബങ്ങളിലേക്ക് ചേക്കേറുന്ന ആധുനിക മനുഷ്യന് വലിയ കുടുംബം നൽകുന്ന സന്തോഷമാണ് വിശുദ്ധ കത്രീനയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത്. ജക്കോപ്പ ലാപ്പ ബെനിൻകാസ്ക എന്നിവരുടെ 23ാമത്തെ ശിശുവായി കത്രീന ഇറ്റലിയിലെ സിയന്നായിൽ ജനിച്ചു. ശൈശവം മുതലേ സമർത്ഥയും ഭക്തിയും പ്രസന്നവതിയുമായ കത്രീന കന്യകയായി ജീവിക്കുവാൻ ഒരു സ്വകാര്യ വ്രതമെടുത്തു. ഒരു കൊച്ചു മുറിയിൽ താമസിക്കാൻ അപ്പൻ അനുവാദം കൊടുത്തെങ്കിലും അമ്മ അവളെ നിരന്തരം വിവാഹത്തിന് പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. 12 വയസ്സിൽ ഒരു വിവാഹാലോചന ഉണ്ടായപ്പോൾ അവൾ തലമുടി വെട്ടിക്കളഞ്ഞു. ഒരിക്കൽ ജ്യേഷ്ഠത്തിമാരുടെ പ്രേരണയനുസരിച്ച് സുന്ദര വസ്ത്രങ്ങൾ ധരിച്ചതിന് മരണം വരെ മനസ്തപിച്ചു എന്ന് പറയുന്നു. അവളുടെ മൂത്ത സഹോദരി ബൊനവന്തരയുടെ മരണം അവളെ ഒന്നുകൂടി ഭക്തികാര്യങ്ങളിലേക്ക് ആകർഷിച്ചു. സന്യാസ പ്രവേശനം ഇനി എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. ഒത്തിരി വെല്ലുവിളിയും പ്രതിസന്ധികളും തടസ്സമായി നിൽക്കുമ്പോഴും സന്യാസ ജീവിതം തരുന്നത് സന്തോഷവും സമാധാനവും ആത്മീയവും സ്വർഗോന്മുഖമായ ഒരു അനുഭവമാണ്. സന്യാസ ജീവിതത്തിൻ്റെ മനോഹാരിത നുണഞ്ഞിറങ്ങിയ കത്രീന 18ാം വയസ്സിൽ ഡൊമിനിക്കൻ 3ാം സഭയിൽ ചേർന്നു. തുടർന്നുള്ള 3 വർഷം ആരോടും സംസാരിക്കാതെ പ്രാർത്ഥനാപൂർവം കുമ്പസാരക്കാരനോട് മാത്രം തൻ്റെ ജീവിതം പങ്കുവെച്ചുകൊണ്ട് സ്വന്തം മുറിയിൽ താമസിച്ചു. ഈ വർഷങ്ങൾ മുഴുവനും പരീക്ഷണത്തിൻ്റേതായിരുന്നു. ഒരിക്കൽ ഒരു പരീക്ഷണത്തിന് ശേഷം ദിവ്യഗുരു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ പരിത്യക്തയായി ഭയങ്കരമായി കഷ്ടപ്പെട്ടപ്പോൾ ദിവ്യമണവാള അങ്ങ് എവിടെയായിരുന്നു? ഞാൻ നിൻ്റെ കൂടെ ആയിരുന്നു എന്നു മറുപടി. എന്ത്? എൻ്റെ ആത്മാവിനെ അലട്ടിയിരുന്ന ഈ മലിന സാഹചര്യങ്ങളിലോ? അവൾ ചോദിച്ചു. അതാണ് നിൻ്റെ യോഗ്യത. എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നീ വിജയം നേടിയത്, കർത്താവ് പ്രതിവദിച്ചു. ജീവിത നിർവൃതി സഫലീകരിക്കുക മരണത്തിന് ശേഷമുള്ള സ്വർഗീയ അനുഭൂതിയാണ്. വിശുദ്ധ കത്രീനയുടെ കഠിനമായ തപസ്സും പ്രായശ്ചിത്വവും മൂലം രോഗിയാവുകയും ദൈവവരപ്രസാദവരത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷത ഏറ്റുവാങ്ങുകയും ചെയ്തു. അവസാനം റോമിൽ വെച്ച് 33ാമത്തെ വയസ്സിൽ 1380 ഏപ്രിൽ 29-ാം തീയതി ഇഹലോകവാസം അടയുകയും ചെയ്തു. 2ാം പീയൂസ് മാർപ്പാപ്പ കത്രീനയെ വിശുദ്ധയായി നാമകരണം ചെയ്തു. ഓക്കെ, താങ്ക്